എന്റെ ചെല്ലമ്മ വന്നില്ലേ? ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല. എന്ത് ചെല്ലമ്മ, എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? നിന്റെ എഞ്ചിൻ ഡ്രൈവർ ഉയരും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് കാന്നെഴുതിക്കുമായിരുന്നു. ആരാണ് ഒന്ന് തന്തയ്ക്കൊണ്ട് കൊടുക്കും? ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശല്ലല്ലോ. ചേക്കണ് നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചുമടി ഒന്നുകൊണ്ട് കൊടുക്കണ ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊട്, മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ തന്തയ്ക്കല്ലയോ. വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടി അമ്മയുടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തോരു കാന്തനോരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേഴി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ലോ ആ മണ്ണന്മാരി അലക്കണില്ലേക്ക? അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ, എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക, കല്യാണം. എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടിയല്ലമ്മ. എനിക്ക് അകലത്തെ കാണണില്ല. ഓ, ജോഡി നോക്കാഞ്ഞിട്ട വാക്ക, നമുക്ക് കിടക്കാം. പള്ളിയേക്ക, പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ, അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം? തന്നെ തന്നെ, പക്ഷേ അതിന്റെ പേര് വേറെയാ, കല്യാണമല്ല. നീ വന്ന് കിടക്ക. ആരെവിടെ ഛർദിക്കണത്? പിടിച്ച
ചെല്ലമ്മ എന്താടി കാർത്തി ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുവാ. എന്തരടി അല്ലമ്മ? എന്തരടി അല്ലമ്മ? ഒന്നുമില്ല, കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞി കുടിച്ചതാണ്. അപ്പൊ മുതലേ ഒരു മനമറിപ്പ്. നീ ഇനി ചന്തയിൽ വരണ്ട, വീട്ടിൽ പോയി കിട. വേണ്ട, എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല. പറഞ്ഞത് കേരടി പണി. ഞാൻ മരുന്ന് വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു മോളെ? സാരമില്ലക്ക, മാറി. ആ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലടി. ചെല്ലമ്മ, എന്തോ ഇതെന്തരാണിത്? ഇത് കൊള്ളാം. മനുഷ്യർക്ക് വല്ലത് വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കുമല്ലേ? എടി, ഇങ്ങോട്ട് നോക്കാൻ. പെണ്ണെ, മത്തങ്ങ എടുത്ത് ചോട്ടിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവളാ. നേര് പറയടി. അക്ക, ഞാൻ പേഴച്ചവളെ, മിണ്ടിപ്പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി നീ? ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ചു കൊണ്ടു നടന്ന് ഇത്രയും നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിന് നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടക്കായി കിടക്കണം? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്കും ഉണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിനു വേണം പറഞ്ഞിട്ട്? അയ്യോ, അക്കൻ കരയണു വള്ളിയക്ക. കാര്യമായിട്ട് കഴിഞ്ഞു ചാവിട്ടു.